വാട്സപ്പ് യൂട്യൂബ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോളിൻഡ്യൂഡ്. അപ്പോൾ നിങ്ങൾ ലേണേഴ്സിൻ്റെ എക്സാമൊക്കെ പാസ്സായിട്ട് ഇങ്ങനെ റോഡ് ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് റോഡ് ടെസ്റ്റിന് വേണ്ടി പോവുക. കാരണം നമ്മൾ അഡീഷണലായിട്ട് 45 രൂപ സാരഥി പരിവാഹൻ്റെ വെബ്സൈറ്റിലോട്ട് അടയ്ക്കണം എന്ന് പുതിയൊരു നിയമം വന്നായിരുന്നു. സോ അതിനെപ്പറ്റി എങ്ങനെ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റൽ ഫീസായിട്ടാണ് നമ്മളിത് അടയ്ക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലോട്ട് പോസ്റ്റായിട്ട് ലൈസൻസ് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇതിനൊരു ഡീമെറിറ്റ് ഉണ്ട്. ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടൈം ഡിലേ ആയിട്ടാണ് ലൈസൻസ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക. നമുക്കിപ്പോൾ ഫാസ്റ്റിൽ ഇച്ചിരി കൂടെ സ്പീഡ് പോസ്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ പോസ്റ്റ് കാർഡ് മേടിച്ച് സ്റ്റാമ്പും മേടിച്ച് ഏകദേശം 60 രൂപയാകത്തുള്ളൂ. നമുക്ക് ആപ്ലിക്കേഷൻ്റെ പുറകിലായിട്ട് പിൻ ചെയ്ത് റോഡ് ടെസ്റ്റിൻ്റെ നമുക്ക് അവരെ ഏൽപ്പിക്കാം. അങ്ങനെയാണ് നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡ് പോസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച ഡിലേ, അതായത് നമുക്കിപ്പോൾ നോർമലായിട്ട് കിട്ടുന്ന ദിവസത്തിനേക്കാളും 2 ആഴ്ചയിലും ഡിലേ ചെയ്തിട്ട് നമുക്ക് ലൈസൻസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് 45 രൂപ അടയ്ക്കാതിരിക്കാനും പറ്റത്തില്ല, തീർച്ചയായിട്ടും അടയ്ക്കണമെന്ന് തന്നെയാണ് വെഹിക്കിളും പറയുന്നത്. സോ നമുക്കിപ്പോൾ 45 രൂപ അടയ്ക്കാം. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് തന്നെ ലൈസൻസ് വീട്ടിലോട്ട് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 60 രൂപ മുടക്കിയിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് കാർഡും സ്റ്റാമ്പും മേടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ പുറകിൽ ലൈസൻസിൻ്റെ കാർഡും ഉണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് അവരുടെ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ 45 രൂപ നിങ്ങൾ എങ്ങനെ അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ സാരഥി പരിവാഹൻ്റെ വെബ്സൈറ്റിലോട്ട് പോവുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിലോട്ട് പോവുക. സോ നിങ്ങൾ സ്റ്റേറ്റ് ചോദിക്കുവാണെങ്കിൽ കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. ജസ്റ്റ് ആ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മെയിലായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഐക്കൺ കാണാം, ഇ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത്. സോ ജസ്റ്റ് ആ ഇ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ അഡീഷണൽ ഫീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അഡീഷണൽ ഫീ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങളത് ആ എൻ്റർ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ അവിടെ താഴെയായിട്ടൊരു ട്രഷറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ കേരള ട്രഷറി എന്ന് മാത്രം പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളിവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ അവിടെ കുറേ ലെറ്റേഴ്സ് കാണും. ജസ്റ്റ് അതൊന്ന് അവിടെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേച്ചാലും മതി. സോ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഫീ പേയ്മെൻറ്റ് 45 രൂപ അടയ്ക്കുക. ഓക്കെ, അപ്പം 45 രൂപ അടച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇത് അടയ്ക്കണമെന്നാണ് വെഹിക്കിൾ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ. സോ നിങ്ങൾക്കിപ്പം അടയ്ക്കേണ്ട എന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾ പറയുന്നതെങ്കിൽ സോ നിങ്ങളത് ചെയ്യേണ്ട. അപ്പോൾ ലൈസൻസിൻ്റെ ടെസ്റ്റിന് വേണ്ടി പോകുന്ന എല്ലാവർക്കും തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ട്രയലിൽ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.